നിന്നെ നീങ്ങ വാടി നിനക്കൊണ്ട് സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ ഇവളുടെ. അവളെ തല്ലി കൊന്ന. ലളിതേ ഇങ്ങോട്ടൊന്ന് വായോ. ആ എന്താ ചേച്ചി? രാവിലെ വെച്ച മീൻകറി അടി, കുറച്ച് നീ എടുത്തോ. പിന്നെ ലളിതേ, രാവിലെ എന്തുവായിരുന്നു വിഷയം? എന്നും വഴക്ക. ആ സോമന്റെ പേര് പറഞ്ഞ അടിക്കുന്നത്. എന്നും വെള്ളം അടിച്ചെടുത്ത് അടിയാ. എനിക്ക് ജീവിക്കാനും വയ്യ. എനിക്ക് നിനക്ക് അങ്ങനെ തന്നെ വേണോ അടി? രാവിലെ ഇങ്ങോട്ടൊന്ന് വാടാ. എന്തുവാടാ മക്കളെ പ്രശ്നം? ലതിക ഓരോന്നിരുന്ന് പറയുന്നുണ്ടല്ലേ. അത് പിന്നെ ചേച്ചി, അവൾക്ക് വേറെ ആരുമായിട്ട് എന്തൊരു ഇടപാടുണ്ട്. ഇടപാടോ? ആരുമായിട്ട്? അവൻ ആ മുടിവെട്ടുകാരൻ രാഘവനുമായിട്ട്. ആ, എനിക്കും സംശയം ഉണ്ടായിരുന്നടാ. നീ ആയോണ്ട്. വേറെ വല്ല ആണുങ്ങളും ആയിരുന്നെങ്കിൽ. ആഹാ, അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എടി, ഞാൻ അന്നേ പറഞ്ഞില്ലേ ആ ലളിതയ്ക്ക് വേറെ ആളുമായിട്ട് ഇടപാടുണ്ട്. ആ, മറ്റേ രാഘവനുമായിട്ട്. അയ്യോ, ആ രാഹുൽ പഞ്ചപാവമായിട്ടല്ലേ ഇവിളീ കിടന്ന് നെകളിപ്പ് കാണിക്കുന്നേ. അവൾക്ക് എന്തായാലും കുറേ കിട്ടിയിട്ടുണ്ട്. ഓ പിന്നെ ഞാൻ അന്നേ പറഞ്ഞില്ലയോ അവൾ അങ്ങനെ പോകത്തുള്ളൂ. അത് തന്നെ. അച്ഛനും അമ്മയും ആകെ ഡൗൺ ആയിട്ടിരിക്കുക. അവളിങ്ങനെ ചെയ്യുമെന്ന് നമ്മളാരും വിചാരിച്ചില്ലല്ലോ. ആരും അറിയണ്ടെന്ന് വെച്ചാൽ അങ്കിളിനെ വിളിച്ചത്. വസുമതിക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിട്ട് മൂവി തോന്നിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ പ്രദേശത്തൊന്നും CCTV ഒന്നും ഇല്ലേ? ഇല്ല, ഇത് നാട്ടുമ്പുറമല്ല അങ്കിള്. അല്ല, CCTV ഇല്ല, ഒരു CID ഉണ്ട്. CID? ആ, ഈ നാട്ടിലെ എല്ലാവരുടെയും എല്ലാ കാര്യവും അന്വേഷിച്ചറിയുന്ന ഒരു തള്ളച്ചി. അതാരടാ? ഭാരതി. ഹലോ. ആ, ഞാൻ പറഞ്ഞപ്പോൾ എന്തുവായി? എടി, ആ ലതയുടെ മോളില്ലേ, അവളുടെ കൂടെ തന്നെ ആന്ന് മറ്റേ ചെറുക്കൻ, ആ മുടി വളർത്തിയ കഞ്ചാവ്. നീ ഗ്രൂപ്പിലൊക്കെ എടുത്തിട്. ഇപ്പൊ തന്നെ ഷെയർ ചെയ്യ്. അവർക്ക് സ്വന്തം വീട്ടിലെ കാര്യമൊന്നും അറിയത്തില്ലെങ്കിലും നാട്ടുകാരുടെ വീട്ടിലെ കാര്യം അറിയാൻ ഭയങ്കര മിടുക്ക. അതറിയാൻ അവർ പല അടവുകളും എടുക്കും. നാട്ടുകാർക്ക് മാത്രമല്ല, എനിക്കും ഒരു പണി വന്നിട്ടുണ്ട്. ബിവറേജിൻ്റെ ബില്ല് ഇന്നെടുത്ത് കളഞ്ഞില്ലേ? ഇനി എന്തെങ്കിലും ഉണ്ടോ? ഓ, ബിവറേജിൻ്റെ ബില്ല്, സിനിമ ടിക്കറ്റ്, ഓയോയുടെ റെസിപ്റ്റ്, വീടിക്കവർ. ട്രൂ കോളർ ഭാരതിയമ്മ. ഹലോ. ഹലോ, ഞാൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു അഭ്യുദയകാംക്ഷിയാണ്. നിങ്ങളുടെ മോൻ്റെ കുറച്ച് ദുശ്ശീലങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്തു തരാം. വാട്സപ്പ് ചെയ്തോ. ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ അയക്കണേ, അല്ലെ ക്ലാരിറ്റി പോവും. ഇതൊക്കെ കണ്ടിട്ട് അവനെ തല്ലാനോ കൊല്ലാനോ ഒന്നും പോണ്ട. കുനിച്ചീർത്ത് ഇടിച്ചിട്ട് മൂട്ടി മുളകൊടി ഇട്ടിട്ട് മോന്തയ്ക്ക് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. അവനങ്ങ് നന്നായിക്കോളും. ശരി, അങ്ങനെ തന്നെ ചെയ്തേക്കാം. മോനെ ആകാശേ, ഇങ്ങോട്ടൊന്ന് വന്നേടാ. അച്ഛൻ പാപ്പം വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. എടാ, എന്തായാലും അവരെ ഒന്ന് കാണണം. അവർക്ക് എന്തെങ്കിലും അറിയാതിരിക്കത്തില്ല. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോലും അവരിവിടെ ഇടയ്ക്ക് ഒന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് അവരെ പോയി കാണാമെങ്കിൽ. നിന്റെ പെങ്ങളെ ഇന്ന് രാവിലെ 7:32 മുതൽ കാണാനില്ലല്ലേ? എനിക്കറിയായിരുന്നു നിങ്ങൾ എന്നെ തിരക്കി വരുമെന്ന്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അമ്മ, വസുമതി കാണാതിനെ കുറിച്ച് അമ്മയ്ക്ക് എന്തറിയാം? KL 25M 1672 2012 മോഡൽ CT100 ബൈക്കിൽ മുടി നീട്ടി വളർത്തിയ ഒരു പയ്യനുമായിട്ട് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിറങ്ങി. അവനെ ഞാൻ ശ്രദ്ധിച്ചു. ഈ വാർഡിൽ മൊത്തം 214 വീടുകൾ. അതിൽ ഇവൻ്റെ പ്രായത്തിലുള്ളത് 30 ആൺകുട്ടികൾ. 13 പേര് വിദേശത്താണ്. ബാക്കി 17 പേരിൽ ഇവനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ അവനുമായിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. നീ ഇതെവിടാ? ഇതിൽ അവനില്ലേ? അയ്യോ, വിറക് താഴെ പോയല്ലോ. അമ്മാമ്മ ആരാ ഒന്ന് സഹായിക്കുന്നേ? അയ്യോ അമ്മ, ഞാൻ സഹായിക്കാം. മക്കളെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലേ? മോൻ എവിടെ ഉള്ളതാ? ഞാൻ ചെറിയടുത്ത്. ചെറുടടുത്ത് ഏത് വീട്ടിലാ? ചെറിയടുത്ത രമേശന്റെ മോനാ. മോൻ വെളിയിലുണ്ടല്ലായിരുന്നോ? മോന്റെ പേരെന്തായിരുന്നു? അയ്യോ അമ്മേ, ഞാൻ പുറത്തൊന്നും പോയിട്ടില്ല. എൻ്റെ പേര് ചന്തു. ഞാനിവിടെ ഒരു ബേക്കറി നടത്തുന്നു. ഫാമിലി ബിസിനസ്. ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ എൻ്റെ വല്യപ്പച്ചൻ നിക്കോളസ്, പിന്നെ എൻ്റെ അപ്പച്ചൻ കുരുവിള, ഇപ്പം ഞാനും. എല്ലാം മനസ്സിലായി മോനെ. ഒരു വിവരം അന്വേഷിക്കാൻ നിൽക്കുന്നു. മറ്റേ തള്ളയില്ലിട്ട് നിൻ്റെ വീട്ടപ്പുറത്തുള്ള അവർ. പിന്നെ പലയിടങ്ങളിൽ വെച്ച് അവനെ കാണുമ്പോഴും ഞങ്ങളുടെ സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. അവസാനം ഞങ്ങൾ നല്ലൊരു സുഹൃത്ത് ബന്ധത്തിലെത്തി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം
എടാ മക്കളെ, അമ്മാമ ഒരു 100 രൂപ ഗൂഗിൾ പേ തരാം. മോൻ്റെ പൈസ ആയിട്ട് ഇങ്ങ് തരാൻ കാണുമോ? പൈസ നോക്കട്ടെ അമ്മ. അത് നോക്കട്ടെ അമ്മാമ. അയ്യോടാ മോനെ, മേടിച്ച താഴെ പോയല്ലേ. അമ്മാമ എടുത്തു തരാം, അമ്മാമ എടുത്തു തരാം. എന്നാ മക്കളെ. അമ്മാമ പൈസ കിട്ടുന്ന മതി കേട്ടോ. ശരി. അങ്ങനെ അവന്റെ ഊരും പേരും മുതൽ കൈരേഖ വരെ എന്റെ പക്കലായി. നിർത്തുകളെ, നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാ കാട് കയറി പോന്നേ? നിങ്ങൾ ആരും സി ഐ ഡിയോ? സാറിന് എത്ര സംശയമാണെങ്കിൽ സാർ റൂമിലോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. പറ, തെളിവ് അന്വേഷിക്കാം. ഇതാണ് ചന്തു, അവൻ്റെ അച്ഛൻ അമ്മ. ഹൈറ്റ് 175, വെയിറ്റ് 63. ചന്തുവും സുമതിയും കൂടെ പ്രേമത്തിലാണ്. ഇഷ്ടപ്പെട്ട മൂവി ബറോസ്. ഫേവറേറ്റ് ഫുഡ് പൊറോട്ട. വീട്ടിൽ ശ്രീകുട്ടൻ എന്ന് വിളിക്കുന്നു. മൂത്രത്തിൽ കല്ലുണ്ട് പിന്നെ 2 എണ്ണം. CA, CMA, BCom, ഡിഗ്രി ഇതിനെല്ലാം പോയി. പക്ഷേ ഇതൊന്നും പാസ്സായിട്ടേ ഇല്ല. 2025 നവംബർ 10-ാം തീയതിയാണ് അവരിവിടെ ഇന്ന് പോകുന്നത്. 6:30 രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിറങ്ങിയ അവൾ 7:20 ചന്തുവിന്റെ കൂടെ പോയി. കൃത്യം 9:30 രജിസ്റ്റർ ഓഫീസിലെത്തി. 10 മണിക്ക് വിവാഹം കഴിഞ്ഞു. ഇപ്പൊ അവളെവിടെ? ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ 169-ാം നമ്പർ വീടിന്റെ അടുക്കളയിൽ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവൾ. കേരള പോലീസിന് സാധിക്കാത്തത് നിങ്ങൾക്ക് കഴിഞ്ഞു.